നമസ്കാരം. ഇന്ത്യയിലെ മെഗാ താരങ്ങളിൽ ഒരാളാണ് രജനീകാന്ത്. നിരവധി ആരാധകർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ലളിതമായ ജീവിതം പിന്തുടരാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് രജനീകാന്ത്. ലാളിത്യമുള്ള ജീവിതശൈലിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രിയം ചില വേളകളിൽ തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമാണ് രജനീകാന്ത്. സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സൂപ്പർ സ്റ്റാർ സിനിമകളിലൂടെ ആഘോഷിക്കപ്പെടുന്ന ജോഡികൾ പിന്നീട് ജീവിതത്തിലും ജോഡികളായിട്ടുണ്ട്. അത്തരത്തിൽ രജനീകാന്തിന് നടി ശ്രീദേവി ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ ശ്രീദേവിയെ ഒപ്പം ചേർക്കണം എന്ന ചിന്തയുണ്ടായിരുന്നു. ഏകദേശം 19ഓളം സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ വമ്പൻ ഹിറ്റുകളായിരുന്നു. അങ്ങനെ രജനി ശ്രീദേവി ജോഡിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിരുന്നു. 1976 റിലീസ് ചെയ്ത മൂன்று മുടിച്ച് എന്ന സിനിമയിലാണ് രജനീകാന്തും ശ്രീദേവിയും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ചിത്രത്തിൽ രജനി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു. ആ ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു. 13ാമത്തെ വയസ്സിലാണ് ശ്രീദേവി ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. ഈ സിനിമയിലൂടെ ഉണ്ടായ ബന്ധം രജനീകാന്തിനും ശ്രീദേവിക്കുമിടയിൽ നല്ല സൗഹൃദമുണ്ടാക്കി. മാത്രമല്ല ശ്രീദേവിയുടെ അമ്മയുമായും രജനി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീദേവിയോടുള്ള പ്രണയം രജനിയിൽ വല്ലാതെ വലുതായി. നിലവിലുള്ള സൗഹൃദം കൊണ്ട് ആ ബന്ധത്തെ വിവാഹത്തിലേക്ക് എത്തിക്കാമെന്ന് ചിന്തയിൽ ഒരു ദിവസം രജനി ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോയി. പ്രണയം പറഞ്ഞ് വിവാഹം ആലോചിക്കാൻ വേണ്ടിയായിരുന്നു പോയത്. എന്നാൽ അന്ന് അവിടെ ശ്രീദേവിയുടെ ഗൃഹപ്രവേശനമായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും മുഴുവൻ വൈദ്യുതിയും നിലച്ചു. അതൊരു നല്ല ശകുനമായി രജനിക്ക് തോന്നിയില്ല. അങ്ങനെ ഈ വിവരം പറയാതെ രജനീകാന്ത് മടങ്ങി. മൂன்று മുടിച്ച സിനിമയുടെ സംവിധായകൻ കെ ബാലചന്ദ്രൻ ഒരിക്കൽ രജനീകാന്തിനെ കുറിച്ച് പറഞ്ഞതാണിതൊക്കെ. അങ്ങനെ ആ ബന്ധം അവിടെ അവസാനിച്ചു. ശ്രീദേവി പിന്നീട് 1996 ബോണി കപൂറിനെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞെങ്കിലും പഴയ സൗഹൃദം രജനീകാന്ത് ഒഴിവാക്കിയില്ല. എന്നിട്ടും രജനിക്ക് ശ്രീദേവിയോടുള്ള ഇഷ്ടത്തിന് 1% പോലും കുറവുണ്ടായിരുന്നില്ല. 13 വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു രജനിയും ശ്രീദേവിയും തമ്മിൽ. ബോണി കപൂറും രജനിയെ പോലെ ശ്രീദേവിയെ പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. ജോണി, ഗായത്രി, അടുത്ത വാരിസ്, നാൻ അടിമയില്ലേ, ഭഗവാൻ ദാദ, പോക്കിരി രാജ, ധർമ്മയുദ്ധം എന്നീ സിനിമകളിൽ രജനിയും ശ്രീദേവിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നയാളാണ് ശ്രീദേവി. ബാലതാരമായാണ് ശ്രീദേവി സിനിമയിലെത്തുന്നത്. കാന്തൻ കരുണ എന്ന തമിഴ് ചിത്രത്തിൽ ബാലമുരുകന്റെ വേഷത്തെ അവതരിപ്പിച്ചാണ് അഭിനയ രംഗത്തെത്തിയത്. അതിനുശേഷം മലയാളത്തിലും തമിഴിലും ഒരേപോലെ മുരുകന്റെ വേഷം ചെയ്തു. ദേവരാഗത്തിലാണ് മലയാളത്തിൽ അവസാനം അഭിനയിച്ചത്. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ, ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്നീ ചിത്രങ്ങളാണ് രജനീകാന്ത് വരാനിരിക്കുന്ന റിലീസുകൾ. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രത്തിൽ കാമിയോ വേഷത്തിൽ രജനി എത്തിയിരുന്നു. എന്നാൽ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. അവസാനമായി രജനിയുടേതായി റിലീസ് ചെയ്ത ചിത്രം ജയിലറാണ്.